സ്ഥിരമായിട്ടുള്ള തുമ്മൽ, മൂക്കടപ്പ്, അതുപോലെ തന്നെ അർട്ടിക്കേറിയ, പിന്നെ അതുപോലെ കരപ്പൻ തുടങ്ങിയ സിംറ്റംസ് ഉള്ള ആൾക്കാർ പലപ്പോഴും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, സാറേ ഞങ്ങൾക്ക് അലർജി ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത്. ഇങ്ങനത്തെ ആൾക്കാർക്ക് അലർജി ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് IgE അഥവാ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ. ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ ടെസ്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ശരീരത്തിലുള്ള ആൻറ്റിബോഡിയാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ എന്ന് പറയുന്നത്. അപ്പോൾ അലർജിക് റിയാക്ഷൻസ് ശരീരത്തിൽ നടക്കുമ്പോൾ IgE ലെവൽ ശരീരത്തിൽ കൂടും. ഇനി IgE ടെസ്റ്റ് ഏതൊക്കെ തരത്തിലുണ്ടെന്ന് നോക്കാം. IgE ടെസ്റ്റ് 2 തരത്തിലുണ്ട്. ഒന്ന് ടോട്ടൽ IgE, അതായത് ശരീരത്തിൽ ഒരു അലർജിക് ടെൻഡൻസി കാണിക്കുന്നതാണോ എന്നറിയാൻ നമുക്കത് ഉപയോഗിക്കാം. ഇനി അടുത്തത് സ്പെസിഫിക് IgE, അതായത് നമുക്ക് എന്താണോ അലർജി ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈ സ്പെസിഫിക് IgE. അതായത് ഡസ്റ്റ് മൈറ്റ്സ്, പോളൻ, അങ്ങനത്തെ സാധനങ്ങൾ, അതുപോലെ ചില ഫുഡ്സ് നമുക്ക് ആ കൂട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് ആര് ഈ ടെസ്റ്റ് ചെയ്യണം? ഞാൻ പറഞ്ഞു, സ്ഥിരമായിട്ട് അലർജിയുടെ സിംറ്റംസ് ആയിട്ടുള്ള മൂക്കടപ്പ്, തുമ്മൽ, ശ്വാസം മുട്ടൽ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ടെസ്റ്റ് ചെയ്യാം. അർട്ടിക്കേറിയ, എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ തടിച്ചു പൊന്തുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് ഈ ഒരു ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ആസ്മ, നമ്മൾ മെഡിസിൻസ് എടുക്കുന്നതും കൺട്രോൾ ആവാത്ത കാര്യങ്ങളിൽ ഈ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ചില കുട്ടികളിൽ, അതായത് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരുന്ന കേസസിൽ നമ്മൾ ഈ IgE ലെവൽ കുട്ടികളിൽ നോക്കുന്നുണ്ട്. എന്തിന് IgE ടെസ്റ്റ് ചെയ്യണം? കോസ് എന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും നമുക്കത് കുറേയൊക്കെ ശ്രദ്ധിക്കാനും സാധിക്കും. രണ്ടാമത്തത്, അൺനെസസറി ആയിട്ടുള്ള മെഡിസിൻസ്, നമ്മൾ ചിലപ്പോൾ ആവശ്യമില്ലാത്ത മെഡിസിൻസ് പലതും എടുക്കുന്നുണ്ടാവും, അത് നമുക്ക് കട്ട് ചെയ്യാൻ സഹായിക്കും. അടുത്തത് അലർജി അവോയ്ഡൻസ്, എന്താണോ അലർജി ഉണ്ടാക്കുന്നത് ആ സാധനം നമുക്ക് മാറ്റാൻ സാധിക്കും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതൊരു ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ലോങ് ടേം മെഡിക്കേഷൻ വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനൊരു പ്ലാൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. IgE ലെവൽ മാത്രമല്ല നമ്മളിവിടെ നോക്കുന്നത്, കൂട്ടത്തിൽ സിംറ്റംസും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. എന്നിട്ട് മാത്രമേ നമുക്കൊരു ഇവാലുവേഷനിൽ എത്താൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് IgE ലെവൽ നോക്കിയിട്ടുണ്ടോ? IgE ലെവൽ നിങ്ങളുടെ എത്രയാണെന്ന് താഴത്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിലും താഴത്ത് കമൻറ്റ് ചെയ്യുക.